സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അത്ഭുതമായ രൂപത്തിൽ നമ്മളിവിടെ പുറത്തിറക്കും. എൻ്റെ ഉമ്മാൻ്റെ പള്ളിയിൽ വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. ഓ ജനങ്ങളെ, നിങ്ങളെ ഉമ്മാന്റെ പള്ളിയിൽ നിന്നിട്ട് നിങ്ങളെ ഭൂമിയിലേക്ക് പുറത്താക്കുന്നത് എങ്ങനെ? ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് ഒരു വസ്തു അറിയില്ല, എന്തും അറിയാത്തവരായിട്ടാണ് നിങ്ങൾ പുറത്തു വരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതൊരു അത്ഭുതമല്ല സഹോദരന്മാരെ? മനുഷ്യന്റെ എത്ര വലിയ ഉഷാറിന്റെ പടപ്പിന് അല്ലാഹു പടച്ചിന്. അവിടെ എല്ലാത്തിനും മതിയാളാണ് മനുഷ്യൻ. ഇവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാ പടപ്പുകളും മനുഷ്യന്റെ കീഴിലാണ്, മനുഷ്യന്റെ അണ്ടറിലാണ്. അങ്ങനത്തെ മനുഷ്യന് അല്ലാഹു പറയുന്നു, നിനക്ക് ഒന്നും അറിയാല, നിങ്ങളെ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും അറിയാല. ഔലിയാന്ന ആൾക്കും അറിയാല, അല്ലാത്ത സാധാരണക്കാർക്കും അറിയാല, ആർക്കും അറിയാല, എന്തും അറിയാല. എന്തും അറിയാലെന്നില്ലെങ്കിൽ, എത്രത്തോളം അറിയാലെന്നില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ മുല ഉണ്ടായില്ലെന്ന് അതും അറിയാല. ഒരു മൃഗത്തിന്റെ എത്ര പോലും വേറെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നില്ല. ഉമ്മാന്റെ പള്ളിയിൽ നിന്നിട്ട് പുറത്തു വരുമ്പോൾ ഒരു മൃഗങ്ങൾക്കുള്ള അനുഭവം കൂടിയിട്ടില്ല. ഒരു മൃഗമെങ്കിൽ നോക്കി, ഒരു നിങ്ങൾക്കറിയില്ലേ, പൂച്ച ഇപ്പൊ കുഞ്ഞു വെച്ചെങ്കിൽ അതിന്റെ കണ്ണ് തുറക്കാൻ തന്നെ കുറേ ദിവസം, 10-20 ദിവസത്തോളം കണ്ണ് ചിമ്മിറ്റിരിക്കുക. എന്നിട്ട് അതിന്റെ ഉമ്മാന്റെ മുലയോടെ മറ്റേ തേടി കുടിച്ചിട്ട് അത് കുടിക്കും. എനിക്കാരെ ക്ലാസ് എടുത്തത് ഇപ്പൊ ഈ കീടായാലും ഈ പൂച്ചന്റെ കുഞ്ഞിക്കാരി ഇപ്പൊ ക്ലാസ് എടുത്ത് കൊടുത്തത്, നിന്റെ ഉമ്മാന്റെ മുല ഇന്ന ജാഗ്രത കണ്ണ് കാണുന്നില്ല. കണ്ണുണ്ടെങ്കിൽ കണ്ണ് തുറന്നിട്ട് കുടിക്കുന്നത്. ഒരാടിന്റെ കുഞ്ഞ്, ആട് കുഞ്ഞിട്ടെങ്കിൽ അതിന്റെ ഉമ്മാന്റെ മുല ആരെയായിരിക്കും ഇന്ന ജാഗ്രതയുണ്ടെന്ന് ആരെയും കൊടുത്തായിരിക്കും. അതെന്റെ ഉമ്മാന്റെ മുലനെ തേടി കുടിച്ചിട്ട് അത് കുടിക്കുന്നു. കുറച്ചു നേരം നക്കി കുടിച്ചിട്ടാണ് ഉഷാറായിപ്പോയി. അതിന്റെ ഉമ്മാന്റെ മുല തേടി കുടിക്കുന്നു. അത്ര ഒരു മനുഷ്യനെ കണ്ണെല്ലാം തുറന്നിട്ടുണ്ടാവും. പക്ഷെ നോക്കാം ഉമ്മാന്റെ മുല ഇന്ന ജാഗ്രത ഉമ്മ തന്നെയാണ് അത്ര അതിലേക്ക് ബായ് വെച്ചിട്ട് കൊടുക്കും. ബായ്ക്ക് അതിന്റെ മുല ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, ചിലപ്പോ പാല് ഉണ്ടെങ്കിൽ അതിന് ഊമ്പോട് നിറഞ്ഞിട്ട് കിടാൻ അറിയില്ല. ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് എന്തും അറിയാലോ ജനങ്ങളെ. അങ്ങനെയാണ് നിങ്ങളെ ഉമ്മാന്റെ പള്ളിയിൽ നിന്നിട്ട് നിങ്ങളെ ഞാൻ പുറത്താക്കുന്നെന്ന് പറയും. സുബ്ഹാനല്ലാഹ്, മുലന്റെ പാല് ചിലപ്പോ പീഞ്ഞു കൊടുക്കേണ്ടി വരും ഉമ്മ. എങ്ങനെയാണ് കുടിക്കുന്ന മോനെ എന്നിട്ട് അപ്പോഴതിപ്പോ ഉമ്മിട്ട് കുടിക്കേണ്ടി പിന്നെ പഠിക്കുന്നത്. ഒരു മൃഗത്തിന്റെ അത്ര ഒരു അറിവ് മനുഷ്യർക്ക് അല്ല കൊടുക്കുന്നില്ല. ആ നിരക്കാണ് പുറത്താക്കുന്നത്. വരുമ്പൊക്ക എല്ലാ പാർട്ടിസുകളും റെഡിയാണ്. നോക്കൂ, നിൽക്കണം. അല്ല പറയുന്നത് പിന്നെ വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് ഒരു ശൈഅ അറിയില്ല. എന്നിട്ടോ വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫീദത, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഇതെല്ലാം ഞങ്ങൾക്ക് അല്ലാഹു പടച്ചിട്ടുണ്ട്. കേൾവിയുണ്ട്, കാഴ്ചയും. വൽ അഫീദത, കണ്ടതിന് കേട്ടതിനെ മനസ്സിലാക്കാനുള്ള കൽബിനെ നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. മനസ്സിലാക്കണം സഹോദരന്മാരെ. രണ്ട് കാതും കണ്ണും മാത്രം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ വില ആർക്ക് കിട്ടാൻ കഴിയുന്നു? ആർക്ക് അതിന്റെ ഇത് കണക്കാക്കാൻ വലുതായിരിക്കുന്ന വിലയുള്ള സാധനത്തിനെ ഫിറ്റാക്കിയിട്ടാണ് പുറത്തൊക്കെ അല്ല ഇറക്കുന്നത് ഉമ്മാന്റെ പള്ളിയിൽ നിന്നിട്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു പാർട്ടിസ് കുറവാണ്. പല്ലില്ല. സുബ്ഹാനല്ലാഹ്, എന്താ പല്ലില്ലത്? പല്ലും കൂടെ ഉണ്ടെങ്കിൽ എന്താ തൊന്നര? അതെപ്പോഴോ പിന്നെ വരുന്നത്. ഇതിപ്പോ നമ്മൾ അറിവുമല്ലേ ഇത്? അതിലേക്ക് പല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത്, കാരണം അപ്പോ അകത്തിയല്ല പല്ലിന്റെ സമയം അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അപ്പോ പല്ല് കൊടുത്തെങ്കിൽ ആ കിടാവിന് ചിലപ്പോൾ മുല കുടിച്ചിട്ട് അത് ഉമ്മന്റെ മുല കടിക്കാൻ തുടങ്ങിയ പിന്നെ ഉമ്മ മുല കൊടുക്കലില്ല അവരുടെ. അതിലേക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുവിന് പാകം വരുമ്പോക്ക് ഞെരിച്ചിട്ടെല്ലാം കൊടുത്തിട്ട് ഇതാക്കുനെ തിന്നാൻ പാകം വരുമ്പോ കാണും ഒരു 2 കൊല്ലം കഴിയുമ്പോ കാണും ഒരു മെല്ലെ വരുന്നില്ല. അതും പെർമനന്റ് ബെല്ലല്ല, താൽക്കാലിക ടെമ്പററി ബെല്ലാണ്. അപ്പൊ അത്രേ അകത്തുള്ളത്. അള്ളാഹു എത്ര വലിയ കുതിരത്താണ് ഇവിടെ നമ്മളെ തടിയിൽ അള്ളാഹു പടച്ചു വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് എന്തുമില്ല ജനങ്ങളെ, നിങ്ങള് തടി നിങ്ങളതല്ല, അത് എന്റേതാണ്. നിങ്ങളിലുള്ള സ്വത്തും നിങ്ങളെ പൊരയും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മക്കളും അതെല്ലാം എൻ്റെ എന്നല്ല പറയും. നമുക്ക് എനിക്ക് ഒക്കെ ഒരു മനസ്സിൽ വരുന്നില്ല. എൻ്റെ എന്നല്ല ഇരുന്ന് എൻ്റെത് ചെല്ല. പക്ഷെ നമുക്ക് അല്ല തന്നതിനോണ്ട് എൻ്റെ എന്നല്ല, എൻ്റെ കണ്ണെന്നല്ല എനിക്ക് ഇതാ എനിക്ക് അല്ല തന്ന കണ്ണെന്ന അതിൻ്റെ അർത്ഥം. എൻ്റെ എന്നില്ലെങ്കിൽ എനിക്കില്ലല്ലോ. ഞാൻ വരുമ്പോക്കില്ലെങ്കിൽ എൻ്റെ എന്നല്ല, ഞാനൊന്നും ആക്കിയിട്ടില്ല. ഇപ്പൊ എൻ്റെ കണ്ണ് ഞാൻ വെച്ചതാണ്, എൻ്റെ കാത് ഞാൻ ഉണ്ടാക്കിയതാ. ഇതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനമാണ് ഇതിൽ. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഓ ജനങ്ങളെ, നിങ്ങളിൽ എന്ത് നിഅമത്തുണ്ട് അത് എല്ലാം അല്ലാഹുവിൻ്റെതാണ് ജനങ്ങളെ. അത് നിങ്ങൾ ഉറപ്പിച്ചോളിയാ, നിങ്ങൾ നികണ്ടായിക്കോളണം. നിങ്ങൾക്ക് എന്തുമില്ല, ഏത് സാധനം എൻ്റെതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചട്ട എന്ന് പറയുന്നെങ്കിൽ അത് ഞാൻ എടുത്തിട്ട് ഇട്ടതാണ്, അള്ളാൻ്റെതാണ്, ഞാൻ തുന്നിയ ചട്ടയ. എല്ലാം ഒന്നുമില്ല. കാരണം എന്തെന്ന് പറയാനുള്ള ധൈര്യം ആയിരിക്കില്ല. കാരണം എന്താ, നമ്മൾ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉരിയാനായിട്ട് വന്നതാണ്. ഒരു അരക്കലും കൂടെ ഉണ്ടായിട്ടില്ല നാട്ടിലേക്ക്. ഉറുപ്പിളിയായിട്ട് നക്കമയായിട്ട് വന്നവിടെ.
അതിന്റെ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇതെല്ലാം നിനക്ക് ആക്കിയിട്ട് ഞാൻ നിന്നെ പുറത്തിറക്കുന്നു എൻ്റെ ഉമ്മാന്റെ പള്ളിയിൽ നിന്നിട്ട് നീ മനസ്സിലാക്കണം. അപ്പോ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്നതാണ്. എന്ത് തരത്തിലെ കുദറത്താണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടാ തീരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെ ഇങ്ങനെ ദുനിയാവിൽ ജീവിപ്പിച്ചിട്ട് ഞാൻ മരിപ്പിച്ചിട്ടോ നിങ്ങളെ രണ്ടാമത് പിന്നെയും ഹയാത്താക്കുന്നു. പിന്നെ മരിക്കാനില്ല. അത് അവസാനത്തെ രണ്ടാമത്തെ ഹയാത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മരിക്കാനില്ല. അങ്ങനത്തെ ഒരു ജീവിതം വരും. അത് നരകക്കാരും മരിക്കാനില്ല, സ്വർഗക്കാരും മരിക്കാനില്ല. എല്ലാം പിന്നെ കാലകാലം ഹയാത്തിന്റെ ഒരു ജീവിതം തരും. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന, എത്രത്തോളം കഴിയുമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഹയാത്തിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ചേഞ്ചസും ഇല്ലാതെ അതേപോലെ തന്നെ ഞാൻ ശരിയാക്കും. എത്രത്തോളം നിങ്ങളുടെ ബെറലിന്റെ കൊടികളെ വരെ ഞാൻ ശരിയാക്കുമെന്ന് പറയും. ഇതെന്താ ബെർലിന്റെ കൊടിന്റെ വിഷയം അല്ലല്ലേ? എല്ലാം ശരിയാക്കും. കാരണം ഒരാളെ ബെർലിന്റെ കൊടി പോലെ പിന്നെ ഒരാളതില്ല. അത് ലോകം സമ്മതിക്കുന്ന ഒരു തത്വമാണത്. അതുകൊണ്ടല്ലേ എപ്പെട്ടറിയാത്ത ഇത് ദസ്കത്തറിയാത്ത ആൾക്ക് എപ്പെട്ടുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഒരാളതുപോലെ ഒരാളതുണ്ടെങ്കിൽ പിന്നെ അത് എപ്പട്ടിലേക്ക് വില ഉണ്ടാകും. ഇന്ന് ഗൾഫിലേക്ക് പോയവർക്കെല്ലാം അറിയാം, അവിടെ 5 ഫിംഗർ എടുക്കും, 5 വിരലിൻ്റെ. കാരണം ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ആ പരിപാടിൻ്റെ ഭാഗത്തിലായി പോകും. എന്ത് പ്രയോജനം കുടിക്കാനാണ്? ലോകം സംബന്ധിച്ച ഒരു തത്വമാണ്. ലോകത്തിൽ കോടാനും കൂടി ജനങ്ങളുണ്ട്. എല്ലാവരും ഒരാളെ പോലെ പിന്നെ ഒരാളില്ല എന്നല്ല അതാ പറയുന്നത്. അതിനെ ശരിയാക്കാൻ എനിക്ക് കൈ നിന്നിട്ട് ഒരാൾ അച്ചു പോലെ പിന്നെ ഒരാളതില്ല. ഇപ്പൊ ഇതെല്ലാം ആരാക്കിയെന്നിട്ട് പറയുന്നത് ഞമ്മാക്കിയതാണ്. എൻ്റെ ഞങ്ങൾക്ക് എൻ്റെ പേരിൽ നിൻ്റെത് പോലെ കാണാൻ ഞാനാക്കിയതാണ്. ഞാൻ അധികം പറയുന്നില്ല, എൻ്റെ വയറ് നിർത്താൻ പോകണം. ഇപ്പൊ ഇത്ര മനുഷ്യന്മാരുണ്ടെങ്കിൽ ഈ ഒരാളെ പോലത്തെ ഒരാളുണ്ട്. നിങ്ങൾ പറയും, ഇത്ര മനുഷ്യന്മാരിൽ ഒരാളെ പോലത്തെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഇനാമുണ്ട്. ഇപ്പോൾ ആര് പറയുന്നത്? ഒരാൾ എന്തില്ല, എല്ലാവർക്കും കണ്ണും കൈയും കാതും എല്ലാവർക്കും ഇല്ലേ? പക്ഷെ ഒരാളെ പോലെ ഒരാളെല്ലാം എന്ത്, ഒരാളെ പോലെ ഒരാളുണ്ടെങ്കിൽ എന്താ തൊന്തര, എന്താ ബുദ്ധിമുട്ട്? ശരി, ഒരാളെ പോലെ ഒരാളുണ്ടെങ്കിൽ എന്താവും? ഒരു കാര്യം കൂടെ നടക്കാൻ എല്ലാം കുഴപ്പത്തിലാണ്. പിന്നെ ഒരു ഇടപാടാക്കാൻ കഴിയാം. കാരണം ഒറ്റ പോലെ അവൻ ഇങ്ങനെ കണക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ അവന് കൊടുത്തില്ലെങ്കിൽ ഒരു തിരിയോളെ പോലത്തെ പെണ്ണിനെ പോലത്തെ പിന്നെ ഒരു പെണ്ണുണ്ടെങ്കിൽ നിന്റെ പെണ്ണ് ഞാനല്ലെന്നില്ലെങ്കിൽ ആയില്ല. ഇവിടെ നടക്കലത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കുദറത്ത് പടച്ചോനെ മുന്നേ ഉറപ്പിച്ചോളൂ. നമ്മൾ അതില്ലെങ്കിൽ എല്ലാ ഈ ഡാളോടാണ് അതിലെ നമുക്കൊരു ഉറപ്പില്ലാത്ത ഒരു നിസ്കരിക്കും മനസ്സിലാവാത്ത ഒന്ന് നമ്മൾ അള്ളാഹിന്റെ പിരിച്ച് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾക്കൊന്നും നടക്കണം. ഇത് എല്ലാവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ നിഅമത്തുകളാണ് നമ്മൾക്ക് അല്ലാഹു ചെയ്തതെന്ന് മനസ്സിലാക്കി. നമ്മുടെ തീരെ എന്തുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഇതെല്ലാം നിങ്ങളിൽ എന്തുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെതാണെന്ന് മനസ്സിലായിക്കോളണം ജനങ്ങളെ. നിങ്ങളത് എന്തുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലായിക്കോളും. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്തെങ്കിലും ഒരു ബേജാറായിപ്പോയി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. കാരണം ഇവിടെ എല്ലാം അള്ളാഹുവിൻ്റെതാണുള്ളത്. അൽ മാലു വല്ലഹുലൂന ഇല്ലാ വദിയത്തുൻ വലാ ബുദ്ദ യൗമൻ അൻതു റദ്ദൽ വദായിഉ വമൽ മാലു വല്ലഹുലൂന. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ഭാര്യ മക്കള് നിങ്ങൾ എല്ലാം അത് വദിയത്താണ്. നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലാഹ് തന്നതാണ്. നിങ്ങൾക്ക് തൽക്കാലം ഇതുകൊണ്ട് ഉപകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നതാണ്. മനസ്സിലായിക്കോ, അല്ലാഹ് തന്നതാണ്. ചിലപ്പോൾ അള്ളാഹു തന്നെ അല്ലാഹ് തിരിച്ചെടുക്കും. ഹയാത്ത് കാലത്ത് തന്നെ ചിലപ്പോൾ നമ്മളെ അല്ലാഹ് തന്നെ മക്കളെ അല്ലാഹ് മരിപ്പിച്ചെന്ന് വരും, ഭാര്യനെ മരിപ്പിച്ചെന്ന് വരും, നമ്മളെ ഉപ്പാനെ മരിപ്പിച്ചെന്ന് വരും, നമ്മൾക്കുള്ളതായിരിക്കുന്ന സഹോദരനെ പിരിച്ചപ്പെട്ട ചങ്ങായിനെ മരിപ്പിച്ചെന്ന് വരും. ഇതെല്ലാം താൽക്കാലിക ഉപകാരം. അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഇത് ദുനിയാവിൻ്റെ അകത്ത് മനുഷ്യനിക്കൊരു ചന്തത്തിന് വേണ്ടിയിട്ടാണ്. മക്കളില്ലാത്തവർക്കൊരു സ്റ്റൈലില്ല. മുതൽ തരുന്നത് മുതലും ഇതെല്ലാം തരുന്നത് ദുനിയാവിൻ്റെ ഒരു ചന്തമാണ്. മനുഷ്യർക്ക് അതുണ്ടാവും. അതിൻ്റെ ഹക്ക് പോലെ അവന് അതിനെ നിലനിർത്തി വരണം. അതിൻ്റെ ഹക്ക് മുതലിന് ഉണ്ടെങ്കിൽ മുതലിൻ്റെ ഹക്ക് പോലെ പാലിക്കണം. പിന്നെ അഹരികാരുണ്ടെങ്കിൽ അവർക്കുള്ളതായിരിക്കുന്ന ഹക്ക് പാലിക്കണം. ഇതെല്ലാം ഒതിയറ്റ സ്വത്തുകളാണ്. താൽക്കാലികം നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ദായമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ നമുക്ക് ഈ നിന്നിട്ട് തന്നേനെ അത് എടുക്കുമ്പോൾ നമ്മൾ അതെല്ലാം അടിച്ചാക്കുമല്ല. അല്ല എന്ന് നീ എൻ്റെ അടുത്താണ് കിടാനെ മരിപ്പിച്ചിട്ട് എൻ്റെ കിടാനെ എന്തിനു മരിപ്പിച്ച് എനിക്ക് 2 കിടാക്കുള്ള വേറെ അവിടെ 10 കിടാക്കുള്ള അതിൻ്റെ ഒന്നും മരിപ്പിക്കാത്തത് അല്ല എൻ്റെ കംപ്ലൈൻ്റ് ആക്കി കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കുദറത്ത് കൊണ്ട് അവന് അല്ലാഹു നമുക്ക് പലതും തന്നിട്ടുണ്ട്. ആ അല്ലാഹു അതുകൊണ്ട് തന്നെ അവൻ്റെ നമുക്ക് ആക്ഷേപമില്ല, കംപ്ലൈൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മൂമിൻ ഈമാനുള്ള കൂട്ടർ എന്ത് മനസ്സിലാക്കുന്നറിയോ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അവർക്കൊരു മുസീബത്ത് വരുമ്പോക്ക് അവർ എന്താക്കുന്നില്ലെങ്കിൽ ഇന്നാലില്ല, ഒരു കിടാവ് മരിച്ചുപോയി, ഇന്നാലില്ല, അള്ളാഹുലേക്കുള്ളതാണത്, ഞങ്ങളുടേതല്ല, അള്ള എടുത്ത് എന്നിട്ട് അല്ലാണ്ട് എൻ്റെതെന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിക്കാനില്ല. ഇന്നാലില്ല, ഇത് ഞാൻ വലിയ ചെല്ലുന്നില്ല. മുസീബത്ത് വരുമ്പോൾ ഇന്നാലില്ല വിനായി റാജു എന്നില്ലെങ്കിൽ അർത്ഥം എന്ത്? പഠിച്ചത് ഞങ്ങൾ നിൻ്റെതാണ്, പഠിച്ചത് നീ എടുത്താ, നീ തന്നതാണ്, നിന്റെ അധികാരമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ നമുക്ക് അള്ളാഹുവിന് ശരണന്നല്ലാണ്ട് അള്ളാൻ്റെ കംപ്ലൈൻ്റ് ആക്കുവാനില്ല. അവിടെ എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല പഠിച്ചോനെന്ന് അതിൻ്റെ അർത്ഥം. നീ ആക്കിയ പണിയിട്ട് എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. ഇല്ല, ഒരു മുസീബത്ത് വന്നെങ്കിൽ അങ്ങനെയാണ് പറയാൻ. എന്ന് നേരെ പറയുന്ന ലോകത്തിൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളുണ്ടായിട്ടില്ലേ? അള്ള കൊടുത്തിട്ടില്ലേ? 7 മക്കളെ 6 മക്കളെയും ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായിട്ടില്ലേ? ഇതെല്ലാം നമുക്ക് അറിഞ്ഞതല്ലേ? ഇവ റസൂലുള്ളാഹിന്റെ അള്ളാഹ്ക്ക് പിരിച്ചല്ലേ എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരമാണ്. അള്ളാഹു ഇഷ്ടം വെക്കുന്ന ആൾ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ എന്നിട്ട് അങ്ങനത്തെ കണക്കില്ല. നിങ്ങൾക്കറിയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ആ മക്കളും പെൺമക്കളും എല്ലാം കൂടിയിട്ട് 7 മക്കളാണ് ഒട്ടാക്കുണ്ടായത്. അതിൽ 6 മക്കളും ഹയാത്ത് റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുന്നേ ഈ 6 മക്കളും മരിച്ചു. ഒരേ ഒരു മകളാണ് ബാക്കിയായത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ വഫാത്താകുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കിടാവാണ് ഏത്? ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കിടാവ്. അത് മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ള വെള്ളാട്ടിൻ്റെ വെക്കുന്നുണ്ടായ ഒരു കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പോറ്റാൻ വേണ്ടിയിട്ട്, അതിലേക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് മദീനത്ത് ഏൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ആ കുട്ടിക്ക് സുഖേടായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കുട്ടിക്ക് വരുത്തത്തിലാണ് 17 തിങ്കത്തെ കിടാവ്, 1 സാധാരണ ആയിട്ടില്ല, അങ്ങനത്തെ 17 തിങ്കത്തെ കിടാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി കുറേ സ്വഹാബത്തുകളും കൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കിടാവിനെ സക്കറാത്തിന്റെ ഹാലിലാണ് കണ്ടത് പോയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ നോക്കിയിട്ട് കടൽ വന്നിട്ട് ഇതിൻ്റെ വെള്ളം വന്നുപോയി, പിടി കൊടുത്തുപോയി. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കും, അന്ത യാ റസൂലല്ലാഹ്, യാ അല്ലാഹുവിൻ്റെ റസൂൽ, തങ്ങ് പുളി കൊടുക്കുന്ന തങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് പുളി കൊടുക്കാൻ കഴിയില്ലെന്ന് മുസീബത്ത് വരുമ്പോക്ക്. ഓഹോ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് റഹ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ കിറുഫുള്ളതായിരിക്കുന്ന കൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ കണ്ണുനീർ എന്നുള്ളത്. അതല്ലാണ്ട് ഞാൻ വിരോധിച്ചത് ഏത്? മരിച്ചപ്പോ വലിയ ശബ്ദം ഇട്ടിട്ട് കരയര്, അതുപോലെ തന്നെ ഗുണങ്ങൾ എണ്ണി പറഞ്ഞ് കരയര്, കുപ്പായ മാലിനെ കീറിട്ട് കരയര്, തലമുറുക്കും ബിർക്കിളിട്ടിട്ട് കരയുന്നത്, ഇങ്ങനത്തെ ഇതാണല്ലോ ഞാൻ വിരോധിച്ചത്. അതല്ലാണ്ട് ഈ കാര്യമൊന്നും ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഗതി വിരോധമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ വളരെ ഗൗരവമായിട്ട് നമ്മൾ പറഞ്ഞ സമയം ആയി, അരമണിക്കൂറായി. അതുകൊണ്ട് എൻ്റെ സമയം പിന്നെ അധികം നീട്ടുന്നില്ല. ഇനി നമുക്ക് എന്ന് വെച്ചെങ്കിൽ ഇനി നമ്മൾ റമദാൻ കഴിഞ്ഞു പോയല്ലേ, ഇനി നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ സ്വന്തം കാര്യം ചിന്താഭാഗത്തുനിന്നായി പോകണ്ട. നമുക്ക് ഇതിനാണുള്ള സംഗതി. മരിക്കാൻ ഏതായാലും ഉണ്ട്, അതിലേക്കുള്ള തയ്യാറ് നമ്മളെടുത്ത് നമ്മൾ റെഡിയായിട്ട് നിൽക്കണം. എപ്പോൾ മരിക്കുന്നത് ഞാനല്ല, എനിക്ക് നേരെയില്ല, എനിക്ക് പിന്നെ ഞാൻ എന്തും തയ്യാറാക്കിയിട്ടില്ല, ഞാൻ ഇവിടെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തും കിട്ടല. അവിടെ അസറായിട്ട് വന്നിട്ട് അവിടെ വാട്ടർ എടുത്തുകൊണ്ട് വരുമ്പോൾ പിന്നെ റെഡിയായിട്ട് മരിച്ചു കൊടുക്കാൻ തയ്യാറാണല്ലാണ്ട് എനിക്കത് നേരെയില്ല, പുറസത്തില്ല എന്ന് പറയാൻ സാധ്യല്ല. അമ്പിയാക്കന്മാർക്ക് ഒരു ഇവിടെ വിടുതി കിടത്തിട്ടില്ല, അല്ല കൊടുത്തിട്ട്. അങ്ങനത്തെ മൂത്താണ് ഇപ്പോൾ ഇനി വരാനിരിക്കുന്നത്. എല്ലാം ആയി, ദുനിയാവിൻ്റെ എല്ലാ നിയമത്തും കൂടെ കിട്ടി നോക്കാം. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുമ്പിലുകളെ, നമ്മൾക്കിവിടെ പിന്നെ നിപ്പില്ല, യാത്ര പോയിട്ടേ വേണം. നിങ്ങൾ പോകുന്ന കാര്യം ഒന്ന് ഉറപ്പിച്ചോടി എന്ന് പറഞ്ഞിട്ട് കേർത്തവന് ഇത് എല്ലാവരും മനസ്സിൽ വേണോ? ഇതിപ്പോൾ ഇവിടെ നമുക്ക് കൂടി ഓരോരുത്തരും മനുഷ്യന്മാർക്ക് വേണ്ടിയതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിക്കുമ്പോൾ അല്ലാഹു നമ്മളെ മൗത്ത് അത് ഈമാനോട് കൂടി അല്ലാഹു ആക്കി തരട്ടെ. പെടുങ്ങനെയായ മരണത്തിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. വാഹന അപകടത്തിന് മരിക്കുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. പടച്ചോനെ, ഒരു ദിവസത്തിൽ പേപ്പർ നോക്കിയെങ്കിൽ കാണാം 100 കണക്കിലുള്ള ആക്സിഡന്റിൽ മരിക്കുന്നത്. പടച്ചോനെ, അങ്ങനത്തെ ഒരു മൗത്ത് ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തിനെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ആരെയും നീ പെടുത്തിക്കളയല്ല തമ്പുരാനെ. ആർട്ടിൻ്റെ സുഖക്കേടുകളിൽ പെട്ടനായി മരിക്കുന്ന തമ്പുരാനെ, അങ്ങനത്തെ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല തമ്പുരാനെ. പടച്ചവൻ്റെ കിഡ്നിൻ്റെ രോഗം ഞങ്ങൾക്ക് തരല്ല തമ്പുരാനെ. പടച്ചവനെ, ഒന്നും ഞങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല റബ്ബേ. നിന്റെ മഹളായ പതിര് കൊണ്ട് പടച്ചവനെ, നീ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പുറയും ഞങ്ങൾക്ക് നീ പൊറപ്പിക്കല്ല തമ്പുരാനെ. പടച്ചവനെ,
പടച്ചവനെ ഞങ്ങൾക്ക് ആവതില്ലാത്ത പുറ ഞങ്ങൾക്ക് നീ പൊറപ്പിക്കല്ല റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായതായിരിക്കുന്ന കുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാഫ് ചെയ്ത് ഈ റമദാൻ മാസം ഞങ്ങളെ തൊട്ട് പിരിയുമ്പോൾ എല്ലാ നിരക്കും ഞങ്ങളുടെ ദോഷങ്ങൾ വിട്ടുപുറത്ത് ഞങ്ങൾ നിന്റെ നരകത്തിനെ തൊട്ട് സലാമത്തായി സ്വർഗത്തിൽ കിടക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നീ പെടുത്തണം തമ്പുരാൻ. ഞങ്ങളെ ഹാലുകളിൽ നന്നാക്കി തരണം തമ്പുരാൻ. ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിതന്മാർ, ഞങ്ങളോട് ദ്വാരം കൊണ്ട് വസിയത്താക്കിയവരുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം തമ്പുരാൻ. പടച്ചവനെ ഞങ്ങളെ കൽബിനെ നീ ശുദ്ധീകരിക്കണം തമ്പുരാൻ. പടച്ചവനെ ഞങ്ങളെ കൽബിനെ നീ ശുദ്ധീകരിക്കണം തമ്പുരാൻ. നിന്റെ ഇബാദത്തിലായി നിന്റെ താഴത്തിലായി ഞങ്ങൾക്ക് നീ പടച്ചവനെ നീ അവസരം തരണം തമ്പുരാൻ. നിന്റെ ആ താഴത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം തരണം തമ്പുരാൻ. റഹീമായ റബ്ബേ, പെടുങ്ങനെയായുള്ള മരണത്തിനെ തൊട്ട് ഞങ്ങൾ നീ കാക്കണം തമ്പുരാൻ. ക്യാൻസർ രോഗം, എയ്ഡ്സ് രോഗം തുടങ്ങിയുള്ള മനുഷ്യന്മാർക്ക് പിടുത്തം കിട്ടാത്ത ഒരു രോഗം ഞങ്ങൾക്ക് നീ വരുത്തല്ല തമ്പുരാൻ. അതൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റബ്ബേ. നിന്റെ മാരിക്കുലും മുരുക്കായ റബ്ബേ, ഞങ്ങളുടെ ഹാലുകളെല്ലാം നീ മെച്ചമാക്കി തരണം തമ്പുരാൻ. ഞങ്ങൾക്ക് ബാധിച്ച എല്ലാ ജാതി കടങ്ങളെയും നീ തീർത്തു തരണം തമ്പുരാൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളെ വായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട് തമ്പുരാൻ. അവർക്കെല്ലാം അതിൻ്റെ വഴികൾ നീ തുറന്നു കൊടുക്കണം തമ്പുരാനെ, എളുപ്പമാക്കി കൊടുക്കണം തമ്പുരാനെ. നല്ല കുഫുവായ ഭർത്താക്കന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ നീ വയ്യാക്കി കൊടുക്കണം തമ്പുരാൻ. അർഹമുർ-റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങളും ഞങ്ങളിലുള്ളതും എല്ലാം നിന്റേതാണ് തമ്പുരാനെ. ഞങ്ങളിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ തീർത്തു പറയുന്നു റഹ്മാനെ. പടച്ചവനെ, നീ തന്ന എല്ലാ നിഅമത്തുകളും അതിൻ്റെ അവസാനം വരെ നീ നിലനിർത്തണം തമ്പുരാനെ. അതിൽ നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം തമ്പുരാനെ. ഞങ്ങളെ ഈമാനെ നീ സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനയ്ക്ക് സഹായിച്ചവരുണ്ട്. നാട്ടിലും വിദേശത്തിലും ഒരുപാട് സ്നേഹിതന്മാർ അതിലേക്ക് സഹായിച്ച് സഹകരിച്ചവരുണ്ട്. അവരെല്ലാം നീ ഖൈറിലും ബർക്കത്താക്കി തരണം തമ്പുരാനെ. പടച്ചവനെ, റഹീമായ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനം അത് തുടങ്ങിയത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണം തമ്പുരാനെ. അതിലേക്ക് സഹായിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ സഹായിക്കണം തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.